വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആര്യസ് കല്ലോട് സ്വാഗതം. ഇന്ന് മുല്ലയ്ക്കൽ അമ്പലത്തിൽ പൂരാണല്ലോ, നമുക്കത് കാണാൻ പോകണ്ടേ? നമുക്ക് കാണാൻ പോയാലോ. പിന്നെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളുണ്ട്. അത് ഞങ്ങളുടെ തറവാടാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആവും. പിന്നെ ഒരു ഉച്ചയൊക്കെ തിരിഞ്ഞിട്ടായിരിക്കും നമ്മൾ അമ്പലത്തിലോട്ടൊക്കെ പോവുക. നമുക്ക് അതൊക്കെ കണ്ടാലോ? ഭയോ. പിന്നെ ഞാൻ രാവിലെ തൊഴാൻ പോയിണ്ടായിരുന്നു കേട്ടോ. ഇപ്പം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തൊഴുതിറങ്ങാൻ പറ്റി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാണ്ടൊക്കെ തൊഴാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി വേറെ കമ്മിറ്റിക്കാരെ ആനേനെ കണ്ടിട്ടോ. പിന്നെ രാവിലെ എനിക്ക് ഉപ്പുമാവും പിന്നെ നല്ല പുഴുങ്ങിയ പഴമായിരുന്നു. ചായ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മുടെ കമ്മിറ്റിയുടെ ആന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെ ഇറക്കാൻ നോക്കുകയാണ്. പിന്നെ എല്ലാവരും ആനേനെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ ഉണ്ണിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര ഇതിൽ നോക്കിയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഉണ്ണീനെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഭയങ്കര ഇതിൽ ആന ആന എന്നൊക്കെ പറഞ്ഞ് ഓളിയിടുകയായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. പിന്നെ ഇത് ആനേനെ ഇറക്കുക കേട്ടോ. പിന്നെ ആനേനെ അവിടെ കെട്ടിയിട്ട് എടുക്കുമായിരുന്നു കേട്ടോ, കുളിപ്പിക്കാൻ വേണ്ടി. അവിടെ ചെറിയ കുളം ഉണ്ട്, അതിന്നിങ്ങനെ ഓസിട്ട് വെള്ളം വെച്ചിട്ട് കുളിപ്പിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ആനയുടെ കുളിയൊക്കെ കഴിഞ്ഞ് ആന നേരെ അമ്പലത്തിലോട്ട് നടന്ന് പോവുക കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇങ്ങനെ ഇഷ്ടമാണ് ഈ ആനേനൊക്കെ കാണുന്നത്. ഞങ്ങളിതിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചത്തേക്ക് കഴിക്കാനുള്ള ഫുഡാണ്. ചോറുണ്ട്, സാമ്പാറുണ്ട്, പപ്പടം ഉണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, നെല്ലിക്കച്ചാറുണ്ട്, മാങ്ങാച്ചാറുണ്ട്, അവിയലുണ്ട്, ചിക്കൻ കറി ഉണ്ട്, ഓലനുണ്ട്, പിന്നെ നല്ല കൊണ്ടാട്ടമുളക് ഉണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ കാബേജ് ഉപ്പേരിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി പിടിച്ചിട്ട് നമുക്കിനി നമ്മുടെ പൂരത്തിന് പോകുമ്പോൾ കാണാം. പിന്നെ ഞങ്ങളെല്ലാവരും കസിൻസൊക്കെ കൂടിയിട്ട് നടന്നിട്ടാണ് കേട്ടോ പോണത് അമ്പലത്തിലോട്ട്. പിന്നെ ഞങ്ങളുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പഞ്ചവാദ്യം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയി. കുറച്ച് നീങ്ങിയിട്ടുള്ള സ്ഥലത്തായിരുന്നു കേട്ടോ. പിന്നെ ആന മറ്റേ തിരമ്പേറ്റാണ് കേട്ടോ. അതിന് വേണ്ടി ആന കുമ്പിട്ട് കൊടുക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആനയുടെ തലയിൽ ഇത് തിടമ്പ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കുറച്ചും കൂടി മതി കേട്ടോ. അതങ്ങനെ ചിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആനയും എല്ലാവരും കൊട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. നടന്നിട്ട് കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പൂര കമ്മിറ്റിയുടെ ഫ്രണ്ടിലും വെച്ചിട്ട് കുറച്ച് നേരം കൊട്ടിയിട്ടുണ്ടായിട്ടോ. അതും കുറച്ച് നേരം ഇങ്ങനെ കണ്ടു. അതും കുഴപ്പമില്ല. കുറച്ച് കൂടുതൽ നേരം അവിടെ ഇവിടെയൊക്കെ കൊട്ടിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ നടക്കാനായിട്ട് പോകണത്. രസമല്ലേ ഞങ്ങൾ അമ്പലത്തിലോട്ട് നടന്ന് പോവാണ് കേട്ടോ. പോണ വഴി വേറെ കമ്മിറ്റിയുടെ ഗോറിയിലേനെയും പാണ്ടേനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് കളിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. അത് ഞങ്ങൾ കുറച്ച് നേരം കണ്ടു കേട്ടോ. അവിടെ നിന്നിട്ട് കുറച്ച് നേരം അതൊക്കെ കണ്ടു. ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറിയപ്പോൾ ഒരു തറയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളുടെ കമ്മിറ്റിക്കാർ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അവരെ കുട്ടഞ്ചേരി ദേശം എന്നൊക്കെ പിടിച്ചിട്ട് ഞങ്ങളിങ്ങനെ കയറി ഡാൻസൊക്കെ കളിച്ച് കയറാം കേട്ടോ. പിന്നെ ഞങ്ങളുടെ ആനതേ അമ്പലത്തിലോട്ട് കയറുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം കാവടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഗൈസ് വേറെ കമ്മിറ്റിക്കാരുടെ പാണ്ടയും പിന്നെ ഗൊറീലയും മുയലും താറാവും ഒക്കെ ഡാൻസ് കളിക്കണ്ടായിരുന്നു. അതും ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കണ്ടു കേട്ടോ. അവർ കളിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നീങ്ങിയപ്പോൾ മറ്റേ ലൈറ്റ് വെച്ചിട്ടുള്ള തെയ്യത്തിനെയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഗൈസ് അവിടെ വെടിക്കട്ടൊക്കെ ഉണ്ടായിരുന്നു, അതും ഞങ്ങൾ കുറച്ച് നേരം കണ്ടു. മറ്റേ കളറ് പോലെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യണതായിരുന്നു കേട്ടോ. പിന്നെ ഗൈസ് വേറെ കമ്മിറ്റിക്കാരുടെ തേരും ഉണ്ടായിരുന്നു കേട്ടോ, ലൈറ്റൊക്കെ കത്തിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഗൈസ് നമ്മുടെ കുട്ടഞ്ചേരി ദേശം ആനേനൊക്കെ ആയിട്ട് അമ്പലത്തിലോട്ട് കയറുക കേട്ടോ. ഞങ്ങൾ അതിലിടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളി വൈബായിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നെ ഗായ്സ് ഞങ്ങളും കൂടി ഇറങ്ങി കേട്ടോ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. തുള്ളിയിരുന്നു, നല്ല ആകെ എന്താ പറയുക അടിപൊളിയായിരുന്നു. പിന്നെ ഗായ്സ് ഞങ്ങളുടെ ആനതേ അമ്പലത്തിലോട്ട് കയറിയിട്ടോ. എല്ലാവരും ഓളിയിടായിരുന്നു, ഞാനൊക്കെ എന്തോ ഓളിയിടില്ല വെച്ചിട്ടാ. പിന്നെ അതേ ആന ചിഹ്നം വിളിച്ചു കിട്ടോ. അപ്പം എല്ലാവർക്കും ഹരായിട്ടായിരുന്നു, എല്ലാവരും ഇങ്ങനെ ഓളിയിടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു അത് കാണാനും ചിഹ്നം വിളി കേൾക്കാനൊക്കെ ഒരു പോസിറ്റീവ് മൈൻഡായിരുന്നേ. ഇപ്പോൾ ഗായ്സ് ഞങ്ങൾ ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പക്ഷെ ഞങ്ങൾ അതിൽ കാണാൻ പോയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അവിടെ കാണാൻ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും ഭയങ്കര ലൈറ്റ് ആവുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും കാണാൻ നിന്നില്ല. ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും 10-10:30 ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് കിടന്നു. പിന്നെ നിന്നിട്ട് ഞങ്ങൾ കൺക്ലൂഷനൊക്കെ പറയാൻ വേണ്ടി എടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. എല്ലാവർക്കും ബൈ.